ഗുഡ് ഈവനിങ്. സ്റ്റോക്ക് മാർക്കറ്റ് വീക്ക്ലി അനാലിസിസിലേക്ക് സ്വാഗതം. സ്മാർട്ട് കാൻഡിൽസിൽ നിന്നും റിയാസാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആഴ്ചയായിരുന്നു, അടിപൊളി ആഴ്ചയായിരുന്നു. നമ്മുടെ മിക്ക ഇൻഡെക്സുകളും നല്ല ഗെയിൻ രേഖപ്പെടുത്തിയൊരു ആഴ്ചയായിരുന്നു. നമുക്ക് ചാർട്ട് പരിശോധിച്ച് നോക്കാം. അടുത്ത ആഴ്ചയിലേക്കുള്ള ടെക്നിക്കൽ അനാലിസിസും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി 2.2% ഗെയിൻ രേഖപ്പെടുത്തി. ഇത് വീക്ക്ലി ചാർട്ടാണ്. നമുക്ക് ഇവിടുന്ന് കാണാം. ഏകദേശം ജൂൺ 2022 മുതലുള്ള ഒരു റാലിയാണ്. ഈ റാലിയിൽ അവസാനം ഒരു ചെറിയൊരു കറക്ഷൻ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയത് ഇപ്പോൾ റീസെൻ്റ് ആയിരുന്നു. 3 ആഴ്ച മുമ്പ് ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തു. അത് 50 EMA സപ്പോർട്ട് എടുത്തു. അവിടുന്ന് പതിയെ കയറാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഏകദേശം 26,300ഓളം 300ൻ്റെ അടുത്തേക്ക് വരണം. ഇപ്പോൾ നമ്മൾ ചാർട്ട് നമുക്ക് ഇവിടെ കാണാം 24,677. ഇനി ഇത് ഡെയിലി ക്യാൻഡിലേക്ക് നമുക്ക് മാറ്റി നോക്കാം. അപ്പം കഴിഞ്ഞ ആഴ്ച അടിപൊളി ആഴ്ചയായിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ഇനി ഈ ആഴ്ച നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും ലോ ഇവിടുന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇത് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. വേണമെങ്കിൽ ചെറിയൊരു വീഴ്ച വരാം, ഇവിടെ വരെ ചെറിയൊരു കറക്ഷൻ വരാം. അതിനുശേഷം ഇവിടെ നിന്ന് തിരിച്ചു കയറണം. അങ്ങനെ 25,000 എന്ന മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ആണെങ്കിൽ അടുത്തൊരു നല്ലൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പം തന്നെ മാർക്കറ്റ് ബുള്ളിഷിൽ തന്നെയാണ് നമുക്കിപ്പം കാണാൻ പറ്റുന്നത്. ടെക്നിക്കലി ഇപ്പം മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ്. ഇനി മിഡ് ക്യാപ്പ് നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ച ഹ്യൂജ് റാലിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 3.63%. നല്ല അടിപൊളി ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇത് ഡെയിലി ചാർട്ടിലേക്ക് മാറ്റി നോക്കാം. ഇപ്പം നിലവിൽ ഈ ഹൈയെ കട്ട് ചെയ്തിരിക്കുന്നു. വളരെയധികം പോസിറ്റീവ് ആയിരിക്കുന്നു അല്ലേ. ഒരുപക്ഷെ 21,160 ആ റേഞ്ച് വരെ വന്നിട്ട് അവിടുന്ന് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, അത് കഴിഞ്ഞ് തിരിച്ച് കയറാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം തന്നെയാണ് ഇപ്പം കീപ്പ് ചെയ്യുന്നത്. മിഡ് ക്യാപ്പാണ്. നമുക്ക് സ്മോൾ ക്യാപ്പ് കാണാം. സ്മോൾ ക്യാപ്പിൽ കഴിഞ്ഞ ആഴ്ച 3.6% റാലി. നമുക്ക് ലാസ്റ്റ് 2 ആഴ്ച രേഖപ്പെടുത്തിയിട്ടുള്ള റാലി. ഇവിടുന്ന് ഒരു 11% വീണതിന് ശേഷം കഴിഞ്ഞ 2 ആഴ്ച നല്ല അടിപൊളി ക്യാൻഡിലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച FIAയുടെ ബൈയും കൂടി ഇവിടെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് ഡെയിലി ക്യാൻഡിൽ ഇട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മിഡ് ക്യാപ്പിൽ പറഞ്ഞതേ പോലെ തന്നെയാണ് പാറ്റേൺ കാണുന്നത്. ഈ ഹൈ റെസിസ്റ്റൻസ് കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് വളരെ നിയറാണ്. ഇപ്പം 18,665 ഈ റേഞ്ചിൽ വന്ന്, അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ 18,570 വരെ വന്നിട്ട് അവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടേക്കാം. പക്ഷേ ഒരു പരിധിവരെ പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു കയറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് സിനാരിയോയിൽ. നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഒരു ഭീഷണിയായിരിക്കുന്നത് ഗ്ലോബൽ ക്ലൂസ് തന്നെയാണ്. അതായത് യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. അതായത് സിറിയയിലുള്ള ആഭ്യന്തര കലാപം കൂടി ഇപ്പം മാർക്കറ്റിലേക്ക് മൂന്നാമത്, അതായത് റഷ്യ ഉക്രൈൻ, അതിനപ്പുറം ഇറാൻ ഇസ്രായേൽ, ഇപ്പം 2 കഴിഞ്ഞു. പിന്നെ മൂന്നാമത് ഇപ്പം നമ്മുടെ മുന്നിലുള്ള ഒരു ഹഡിൽസ് ആയിട്ട് വന്നിരിക്കുന്നത് സിറിയ ആഭ്യന്തര കലാപമാണ്. ഇത് മാർക്കറ്റ് അത്രമാത്രം കാര്യമായി എടുക്കുമെന്ന് ഡൗട്ടാണ്. എന്നാലും ഒരു വളറ്റാലിറ്റി ഒക്കെ കണ്ടേക്കാം. കാര്യമായിട്ടുള്ള ഒരു വീഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ വീഴാൻ സാധ്യതയില്ല. നമുക്ക് ഇവിടെ ഇതോടൊപ്പം നോക്കാനുള്ള ഒരു ഇൻഡെക്സാണ് US മാർക്കറ്റിൻ്റെ ഡൗ ജോൺസ്. നമുക്ക് നോക്കാം. US മാർക്കറ്റ് നന്നായി ബുള്ളിഷായി പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക്ലി ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ ഡൗ ജോൺസിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഇത് കാര്യമായിട്ട് പറയാനില്ല, കാരണം ടോപ്പിൽ തന്നെയാണ് അതുള്ളത്. അതിൻ്റെ കൂടെ നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. നല്ലൊരു റാലിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 3.3% ക്ലോസിംഗ് ഉണ്ട്. നല്ല ഫുൾ, അതായത് മർബൂസ ക്യാൻഡിലാണ് ഇപ്പോൾ ക്ലോസിംഗ് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് മാർക്കറ്റിൽ പൊതുവേ ഉള്ളത്. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത് സെക്ടോറിയൽ ഇൻഡെക്സ് ആണ്. വിക്സ് കഴിഞ്ഞ ആഴ്ച 2% ലോസ് രേഖപ്പെടുത്തി. വോളറ്റാലിറ്റി കുറച്ച് കുറയുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം മാർക്കറ്റിൽ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് വോളറ്റാലിറ്റി കുറഞ്ഞിരിക്കുക സ്വാഭാവികമാണ്. ഫിയറൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ വിക്സ് വളരെയധികം കൂടിയിരിക്കുക. വിക്സ് എന്നത് അറിയാലോ, ഇത് സ്റ്റോക്കല്ല, ഇതൊരു സൂചിക മാത്രമാണ്. എന്താണ് സൂചിക എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ അസ്ഥിരതയെ സൂചിപ്പിക്കുന്ന ഒരു സൂചിക മാത്രമാണ്. ഇത് പല ആളുകളും ചോദിക്കാറുണ്ട് ഇത് ഏത് സ്റ്റോക്കാണെന്ന്, അവർക്കുള്ളൊരു ഇൻഫർമേഷനാണ്. ഇനി ബാങ്ക്, കഴിഞ്ഞ ആഴ്ച ബാങ്കിൽ നല്ല റാലി കണ്ടിട്ടുണ്ട്. 2.79. നമുക്കിവിടെ ക്യാൻഡിൽസ് നോക്കിയാൽ കാണാം അല്ലേ, നല്ലൊരു റാലി തന്നെയാണ്. ഇപ്പം ഇത് തിരിച്ചു പോകുന്ന, അതായത് റെസിസ്റ്റൻസിലേക്ക് തന്നെ എത്തുന്നതായിട്ടാണ് കാണുന്നത്. നോക്കൂ, റൈറ്റ് കട്ടൊന്നും ഉണ്ടായിട്ടില്ല. CRR കട്ട്, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, CRR കട്ട് കട്ട് ചെയ്തു. അതായത് CRR ക്യാഷ് റിസർവ് റേഷ്യോ കുറച്ചിരിക്കുന്നു. 4.5 നിന്ന് 4 ആയിട്ട് കുറച്ചിരിക്കുന്നു. ഇത് ബാങ്കിന് അനുകൂലമാകുന്ന ഘടകമാണ്. അതുകൊണ്ട് ബാങ്കിങ് സെക്ടർ കയറി പോകുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ റിപ്പോ റേറ്റ് സ്റ്റാബിളായി കിടക്കുകയാണ്.
അതേപോലെ IT സെക്ടർ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടു US മാർക്കറ്റിൽ IT സെക്ടർ വളരെ ബുള്ളിഷാണ്, ഇന്ത്യൻ മാർക്കറ്റിൽ IT സെക്ടർ വളരെ ബുള്ളിഷാണ്. നമ്മൾ ഇത് വീക്കിലി ക്യാൻഡിലാണ് നിങ്ങൾ നോക്കൂ, ഓൾ ടൈം ഹൈയിലാണ് ഇപ്പം IT സെക്ടർ ഉള്ളത്. കുറേ കാലം പെർഫോമൻസ് ഇല്ലാതെ ഈ ഒരു ഏരിയയിൽ ആയിരുന്നു IT ഉണ്ടായിരുന്നത്. ഇപ്പം വളരെയധികം ബുള്ളിഷായി നമുക്ക് കാണാം. കഴിഞ്ഞ ആഴ്ചയിൽ 3.6% ഗെയിൻ രേഖപ്പെടുത്തിയതാണ് IT സെക്ടർ. ഇനി ഫാർമ സെക്ടർ നോക്കുകയാണെങ്കിൽ ഫാർമ സെക്ടറും ബുള്ളിഷ് തന്നെയാണ് ഇപ്പം തുടരുന്നത്. കഴിഞ്ഞ ആഴ്ച 1% അടുത്തൊരു ഗെയിൻ രേഖപ്പെടുത്തി. ലാസ്റ്റ് 3 വീക്കിലും പിന്നെ പതിയെ സ്റ്റോക്ക് കയറുന്നതായിട്ട് അല്ലെങ്കിൽ ഇൻഡെക്സ് കയറുന്നതായിട്ടാണ് കാണുക. അപ്പോൾ ഈ ഇൻഡെക്സ് കയറുമ്പോൾ ഫാർമയിലുള്ള നല്ല നല്ല കമ്പനികൾ കയറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മനസ്സിലാക്കേണ്ടത് FMCG ചെറിയൊരു നെഗറ്റീവാണ്, അതായത് 0.3% ലോസ് രേഖപ്പെടുത്തി കഴിഞ്ഞ ആഴ്ചയിൽ. അത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞു, അതൊരു കൺസോൾട്ടേഷനാണ്. എല്ലാ സെക്ടറും ഒരുമിച്ച് മുന്നേറാറില്ല, നമുക്കറിയാലോ. നല്ലൊരു ഡിപ്പിലൊക്കെ ഈ സെക്ടറൊക്കെ വരികയാണെങ്കിൽ FMCG ഒക്കെ നല്ല ഡിപ്പിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിന് FMCGയിലുള്ള ETF ഫണ്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഓട്ടോ സെക്ടറിൽ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച നല്ലൊരു ആഴ്ചയായിരുന്നു. ഓട്ടോ സെക്ടറിന് 2.53% അപ്പ് രേഖപ്പെടുത്തി. ഇവിടുന്ന് തിരിച്ച് കയറുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഒരു കറക്ഷൻ കഴിഞ്ഞു, ഇത് 50 EMA ആണ്. നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുന്നതാണ് കാണുന്നത്. ആയിട്ടില്ല, ഈ ക്ലോസിംഗ് കഴിയണം. 24,275 ക്ലോസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ക്യാൻഡിൽ ഇങ്ങനെയാണ് സാധാരണ പോവുക. ഇവിടുന്ന് ഒരു ക്യാൻഡിൽ കയറും, എന്നിട്ട് ഒന്ന് പതുക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. അത് ഇവിടെ ഈ ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും കയറുകയാണെങ്കിൽ നമുക്കൊരു മൊമെൻറ്റം കാണാൻ പറ്റും. പിന്നെ നോക്കാനുള്ളത് ഗോൾഡ് കഴിഞ്ഞ ആഴ്ച 0.66% ലോസ് രേഖപ്പെടുത്തി. നമുക്കറിയാം മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കുമ്പോൾ ഗോൾഡിൽ പതിയെ ഒരു മൊമെൻറ്റം നഷ്ടപ്പെടാറുണ്ട്. മാർക്കറ്റ് ഫിയർ ആകുന്ന സമയത്ത് ഗോൾഡ് കയറും. അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത് മാർക്കറ്റിന് ഒരു നല്ലൊരു ഹെഡ്ജിങ് ടൂളാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് റിയാലിറ്റി അറിയാലോ അല്ലേ, റിയൽ എസ്റ്റേറ്റ് സെക്ടറാണ്. ഇവിടെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഒരു വീഴ്ചയ്ക്ക് ശേഷം പതിയെ തിരിച്ചു കയറുന്നതായിട്ട് നമുക്ക് കാണാം. കഴിഞ്ഞ ആഴ്ചയിൽ 5.27% അപ്പ് ആയിട്ടുള്ളത്. ഇനി മെറ്റൽ സെക്ടർ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ദിവസം നല്ല ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. നമുക്ക് ഡേ ക്യാൻഡിലിട്ട് നോക്കാം. മെറ്റൽ സെക്ടറിൽ ചൈനയിൽ നിന്നുള്ള നല്ല വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മെറ്റൽ സെക്ടറിൽ ലാസ്റ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു 1.2% റാലി രേഖപ്പെടുത്തി. പതിയെ ഒരു റിക്കവറി മോഡിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഡെയിലി ക്യാൻഡിലാണെങ്കിൽ 200 EMA സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോവാണ്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് താഴേക്ക് വരുന്ന സ്വാഭാവികമാണ്. 200 EMA എന്ന് പറയുന്നത് സ്ട്രോങ് ലെവലായിരിക്കും ഏത് സ്റ്റോക്കിനാണെങ്കിലും ഇൻഡെക്സിനാണെങ്കിലും. എന്താണ് EMA എന്നൊക്കെ നമുക്ക് പിന്നീട് പഠിച്ചെടുക്കാവുന്നതാണ് അറിയാത്തവർക്ക്. അടുത്ത ആഴ്ചയിലുള്ള ഇമ്പോർട്ടൻറ്റ് ഇവൻ്റാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. തിങ്കളാഴ്ച നാളെ ഇൻഫ്ലേഷൻ റേറ്റ് ഡാറ്റ വരുന്നുണ്ട്, ചൈനയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇവൻ്റാണ്. അതേപോലെ തന്നെ ജപ്പാൻ്റെ GDP വരുന്നുണ്ട്. അതൊക്കെ ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻറ്റ് ഇവൻ്റാണ്. നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ഇവൻ്റ് നാളെ ഇല്ല. ചൊവ്വാഴ്ച ഇൻഫ്ലേഷൻ ജർമ്മനിയുടെ വരുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്ലേഷൻ ഫിലിപ്പൈൻ, ബ്രസീൽ. അതുപോലെ തന്നെ ബുധനാഴ്ച ഇൻഫ്ലേഷൻ US ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, സ്പെഷ്യലി US മാർക്കറ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുമ്പ് US മാർക്കറ്റിനെ നന്നായി ഫോളോ ചെയ്യുമായിരുന്നു ഇന്ത്യൻ മാർക്കറ്റ്. ഇപ്പം എന്തായാലും ഫോളോ ചെയ്യും, US മാർക്കറ്റിനെ ഇന്ത്യൻ മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ അത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഒരുപക്ഷെ മാർക്കറ്റിൻ്റെ ഇപ്പോൾ ഉള്ള ആ ഒരു എന്താ പറയുക കുത്തൊഴുക്കായിരിക്കാം കൂടുതൽ ഫോളോ ചെയ്യാത്തത്. പിന്നെ നമുക്ക് CPI ഇൻഫ്ലേഷൻ വരുന്നുണ്ട് വ്യാഴാഴ്ച, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് യൂറോപ്പിൻ്റെ സെൻട്രൽ ബാങ്ക് പോളിസി റേറ്റ് നമ്മൾ വെള്ളിയാഴ്ച വന്നതാണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. റിപ്പോ റേറ്റിനെ കുറിച്ചൊക്കെ അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്, വീണ്ടും സംസാരിക്കുന്നില്ല. ഇനി വെള്ളിയാഴ്ച ഫ്രാൻസിൻ്റെ ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. ഒക്കെ നമുക്ക് അത്രമാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒന്നല്ല. വ്യാഴാഴ്ച വരുന്ന CPI ഇൻഫ്ലേഷനാണ് നമുക്ക് വലിയൊരു ഇവൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കാര്യമായിട്ടുള്ളൊരു ഇവൻ്റ് ഒന്നും വരുന്ന ആഴ്ചയിൽ നമുക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പൊതുവെ ബുള്ളിഷ് തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കാണാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറിയയുടെ ആഭ്യന്തര യുദ്ധം, അതുപോലെ തന്നെ മറ്റുള്ള യുദ്ധങ്ങളൊക്കെ ഒരു ചെറിയൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കിയേക്കാം. സൂക്ഷിച്ച് മാർക്കറ്റിൽ കൈകാര്യം ചെയ്യുക. ഓക്കെ, നല്ല വാർത്തകളുമായി പിന്നീട് കണ്ടുമുട്ടാം. താങ്ക് യു.